ഹലോ പറഞ്ഞേ. ഹലോ ഹായ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇപ്പം എന്തോ വീഡിയോ? അൺബോക്സിങ് വീഡിയോ അല്ലേ? അൺബോക്സിംഗ് വീഡിയോ. ഇപ്പം എന്തുവാ അൺബോക്സിങ് വീഡിയോ? നമ്മൾ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്, അതെല്ലാവരെയും ഒന്ന് കാണിക്കാം അല്ലേ? മമ്മി ഓരോ പാക്കറ്റ് തുറന്ന് കുഞ്ഞിനെ കയ്യിൽ തരുവേ, അത് കുഞ്ഞ് കാണിക്കണം. ശരി. ഓക്കെ. അപ്പോൾ ഇതാണ് പൊട്ടിച്ചിട്ടുണ്ടേ, അതിനി ഒന്ന് തുറന്ന് കാണിച്ചേ. ആദ്യം ഇങ്ങോട്ടെടുക്ക്, ഇങ്ങോട്ട് വാ. കുറച്ച് തവികൾ, സ്പൂണോ തവി എന്ത് വേണേലും പറയാം. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഭംഗിയുള്ള 3 തവികൾ. നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇത്രയും തടിയാണ്. ഇത് നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കാൻ മാതിരിയുള്ള ഫൈബറാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഇളക്കുന്നത് അല്ലേ? ഒക്കെ ഒന്നുകൂടെ അടുത്തോട്ട് കാണിച്ചേ, ഓരോന്നോരോന്ന് കാണിച്ചേ. നല്ല വലുപ്പമുണ്ട്. ഞാനാണെങ്കിൽ വേറെ ആൾക്കാരുടെ വീഡിയോയിലൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഞാനൊത്തിനും ചെറുതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വില 191. കണ്ടല്ലോ, മീഷോയിൽ നിന്ന് വന്ന 3 നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കാൻ പാത്രത്തിൽ ഉപയോഗിക്കുന്ന തവികൾ അല്ലേ? ഇനി അടുത്തത് നമുക്ക് കാണിക്കാം. അടുത്തത് ദേ നല്ല ഭംഗിയുള്ള ഗ്ലാസ് കപ്പ്. അപ്പോൾ ഇത് നല്ല കനമുണ്ട്. ഇത് ഞാനാണെങ്കിൽ കുറേ സെർച്ച് ചെയ്തിട്ട് വാങ്ങിയതാണ്. അതിനകത്ത് എഴുതിയേക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുത്തേ. ഓരോന്ന് ഇങ്ങോട്ട് നീക്കി പിടിച്ചേടാ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടോ, ഞാൻ വർത്തി ഓക്കെ ടു ആസ്ക് ഫോർ ഹെൽപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിത് വാങ്ങിയത് എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി, രാവിലെ ചായ കുടിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ കിട്ടണ്ടേ ഇതൊക്കെ കാണുമ്പോൾ, അതിനു വേണ്ടി വാങ്ങിയതാണ്. കണ്ടോ, മമ്മിക്കാണെങ്കിൽ ഒരു സന്തോഷവും ഒക്കെ കിട്ടാൻ വേണ്ടി വാങ്ങിയതാണ്. ഈ കപ്പ് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? ഇതിനകമൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് ചായ കുടിക്കാൻ നല്ല രുചിയാന്ന് തോന്നുന്നു ഇതിനകത്ത് ചായ കുടിക്കുമ്പോൾ. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? കാണിച്ചു കൊടുത്തേ ഒന്നുകൂടെ. ഇങ്ങനത്തെ കുറേ ഡിസൈനൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അപ്പം ഞാനിതങ്ങ് ഇങ്ങനെ എഴുത്തും കുത്തും ഒക്കെ ഉള്ളത് കാരണം ഇതങ്ങ് ഞാൻ വാങ്ങി. ഞാൻ ഉപയോഗിച്ചു കേട്ടോ. ഇതൊക്കെ പല ദിവസങ്ങളിലായിട്ട് വന്നത് ഞാൻ എടുത്ത് ഒന്നിച്ച് കാണിക്കാമെന്ന് കരുതിയിരുന്നതാണ് ഈ കപ്പ്. ഇനി അടുത്ത് കാണിക്കാടാ. അതിനകത്തുനിന്ന് എടുത്തിട്ട് അത് കാണിക്കേ. ഇതെന്തുവാ? ഇത് ഞാനേ പെൻസിലും പറ. എനിക്കില്ല, പെൻസിൽ എഴുതാൻ വേണ്ടി വെച്ചതാ. ഇവിടെ ഇതിൻ്റെ അകമില്ല, പെൻസിൽ വെച്ച് ഇങ്ങനെ കുത്തി വരച്ചു അതിനകത്ത്. ആരാ? വാവയാണ്. അതേണ്ട ഇങ്ങനെ മേശപ്പുറത്തൊക്കെ വെച്ച് നമുക്കിങ്ങനെ തിരിക്കാം അല്ലേ? കണ്ടോ, 3 ആയില്ലേ? 3ാമത്തെ കാണിച്ചു കൊടുത്തേക്ക്. ഇതൊരാൾ വരച്ചതാണ് കേട്ടോ, പെൻസിൽ കൊണ്ട് കുത്തി വരച്ചതാണ്. കുഞ്ഞാവ വരച്ചതാണ്. നല്ല കട്ടിയുണ്ട് കേട്ടോ, അത് പിന്നെ പറയണമല്ലോ. ഇത് ഭയങ്കര കട്ടിയാണ്, അങ്ങനെ താഴെ വീണാൽ പൊട്ടുപോകുന്നുമില്ല. പൊട്ടുമെന്ന് തോന്നുന്നുണ്ടോ കുഞ്ഞിന്? താഴെ വീണാ പൊട്ടത്തൊന്നുമില്ലല്ലേ. നല്ല ഭംഗിയാണ് ഇത്. മേശപ്പുറത്തൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. വേണേൽ സ്പൂണൊക്കെ ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ സ്പൂണിട്ട് വെക്കുന്ന സാധനമാണോന്ന് അറിയത്തില്ലായിരുന്നു. അതുപോലത്തെ നല്ല ഭംഗിയുള്ള സാധനം. ഇതെപ്പോഴും പെൻസിൽ തപ്പി നടക്കലാണ്. പെൻസിൽ അവിടെ എവിടെയും കൊണ്ടിടും.
അപ്പം കുറേ ബോക്സ് ഉണ്ട്. ഇപ്പം ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് മാറ്റണം അല്ലേ? ഓക്കെ, ഇനി അടുത്ത് കാണിച്ചാലോ? നമ്മൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ ചെടിച്ചട്ടികൾ വാങ്ങിക്കുക. ഞാൻ എപ്പോഴും എവിടെ പോയാലും ചെടിച്ചട്ടി ഇത് മറന്നുള്ളൊരു കാര്യമില്ല. അപ്പം അത് ശരിക്കും കാണിച്ചേടാ കുഞ്ഞ് എടുത്ത്. ഇത് 8.5 ഇഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വലിപ്പം എങ്ങനെയാ മനസ്സിലാക്കുന്നത് എന്നറിയത്തില്ല. ഇതേ ഇത്രയും വലിപ്പം കറക്റ്റ് ഇത്രയും വലിപ്പമുണ്ട്. ഇച്ചിരി വ്യത്യാസം. അപ്പം ഇത്രയും വലിപ്പമുള്ളത്. ഒത്തിരി അങ്ങ് വലിപ്പമല്ല. ഇതിനകത്ത് കാണുമ്പം ഭയങ്കര ലോങ്ങായിട്ട് കാണുന്നുണ്ടോ എന്നൊരു സംശയം. ഇപ്പം ഇതാ ഇത്രയും വലിപ്പം ഉള്ളത് ഇല്ലടാ. താഴെ ഒന്ന് വെച്ച് കാണിക്കാം നമുക്ക്. കാണിച്ചേ അത്. അവിടെ വെച്ചേ. നല്ല കട്ടിയുണ്ട്. ഇത് ഇങ്ങനെ പിടിച്ച അങ്ങനെ ഇതായിട്ടൊന്നും വരത്തൊന്നുമില്ല. ഇങ്ങനെ കട്ടിയൊക്കെ ഉണ്ട് സാധനത്തിന് അല്ലേ? ഇത്തിരി ശക്തി എടുത്ത് വേണം വെക്കാൻ. അയ്യോ, ഇങ്ങനെ പിടിച്ച് വള്ളിക്കണ്ട. അങ്ങനെ വള്ളിയൊന്നും പോത്തൊന്നുമില്ല. ഓക്കെ, അങ്ങനെ 2 എണ്ണം ചെടിച്ചട്ടികൾ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഇത് വാങ്ങിക്കുന്നത് നല്ലതാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ വില 2 എണ്ണത്തിന് 151, 53 ആ റേഞ്ചിലാണ് വാങ്ങിച്ചത്. 151 തോന്നുന്നു. അത്രയും രൂപയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കും കടയിൽ പോയി മേടിക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ലതാണിത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത്. ഇവിടെ ഇച്ചിരി ഈ സാധനം പ്ലാസ്റ്റിക്കിൻ്റെ ഈ സാധനം ഇങ്ങനെ ഇരിപ്പുണ്ട്. അതൊന്ന് ബ്ലേഡിന് ചെത്തിക്കളയാം. കുഞ്ഞെന്തോ നോക്കുന്നത്? കുഞ്ഞ് പറ. ഇനി അടുത്തതെന്തുവാണ്? എന്നാ അടുത്ത സാധനം കാണിക്കുന്നതായിരിക്കും. കാണിക്ക്. കാണിച്ചേ പാത്രം. പൊക്കി കാണിച്ചേ. നാല് പാത്രം അല്ലേ? അപ്പം ഞാൻ മേടിച്ചതിൽ ഇത് ഇത്രത്തിനാണ് ഇച്ചിരി വില കൂടുതലുള്ളത് കേട്ടോ. വില കൂടുതലുള്ളത് ഈ പാത്രങ്ങൾക്കാണ്. ഇത് 4 എണ്ണം ഉള്ളത് കൊണ്ട് 300 ആണ് ഇതിൻ്റെ വില. പക്ഷേ ഇത് നല്ല ഭംഗിയാണ്. കുഞ്ഞു പിള്ളേർക്ക് കുറുക്ക് കൊടുക്കാനും ഇപ്പോൾ ഇച്ചിരി മിച്ചറോ ഉപ്പേരിയൊക്കെ കൊടുക്കാൻ ഇങ്ങനെ ഇതിനകത്തിട്ട് മിച്ചറൊക്കെ തരാം. ഇനി വല്ല കുറുക്ക് സൂപ്പ് ഒക്കെ കഴിക്കാൻ നല്ലതാണ്. നല്ല സ്പൂണാണിത്. നല്ല ഭംഗിയുള്ള ക്യൂട്ട് സ്പൂണ് അല്ലേടാ? അല്ലേ? അടുത്ത് വെച്ച് കാണിച്ചേ. മാറ്റുവാണോ? അപ്പം അത് മാറ്റി. അത്രയും 4 എണ്ണം. നല്ല കളറും നല്ല ഇതാണ്. എന്നോടൊന്ന് കാണിച്ചേക്കാം. ഇത് കണ്ടാ, ഈ കളറാണ് ഞാൻ വാങ്ങിച്ചേക്കുന്ന കളറ്. ഓക്കെ, ഇനി അടുത്ത കാണിക്കുക. അതെന്തുവാണ്? മമ്മിയുടെ ചെടിച്ചട്ടി. ഒന്ന് പൊട്ടിച്ചേ. അത് പെട്ടെന്ന് പൊട്ടുന്ന ഇതാണ്. കത്രി എടുത്തില്ല, പെട്ടെന്ന് പൊട്ടും. അതിച്ചിരി കീറി ഇരിപ്പുണ്ടായിരുന്നു. പതിയെ പൊട്ടിച്ചോ. പതിയെ മതി. അപ്പം ഇത് നല്ല ഒരു പോട്ടാണ്. ഇതിൻ്റെ ഡിസൈൻ
വെള്ള തുണിയിൽ കരിമ്പനടിച്ചതിൻ്റെ കൂട്ടാണ്. അങ്ങനെയാണ് ഡിസൈൻ. പക്ഷേ ഞാൻ പ്യുവർ വെള്ളയാന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. ഇനി അതൊന്ന് എടുത്ത് നോക്കണം. പക്ഷേ ഇത് നല്ല 190 അങ്ങനെ കണ്ട് വിലയാണ്. 2 എണ്ണത്തിന്. നല്ല വലുപ്പമുണ്ട്. കാണിച്ചു കൊടുത്തേ. അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. അതിൻ്റെ വലുപ്പം നല്ല വലുപ്പമുണ്ട്. ഇത് 190. അപ്പം ഇത് 2 എണ്ണം ഞാൻ പ്യുവർ വൈറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാനങ്ങനെ ഇങ്ങനെ കരിമ്പനടിച്ചതും കളറൊന്നും ഉള്ളതൊന്നും ഓർഡർ ചെയ്തതല്ല. ഇതിപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. ഇനി ഇതൊന്നും തിരിച്ചു കൊടുക്കുന്നൊന്നുമില്ല. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, സാധനമൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത് കാരണം തിരിച്ചു കൊടുക്കണോ വേണ്ട. അപ്പം നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ടോടാ? പറ. ഇനി ഇവിടെ ഒരാൾ പറയുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടോന്ന് പറ. എങ്ങനെയുണ്ട് ഇത്? ചെടിച്ചട്ടി കൈ പിടിച്ചേ കണ്ടോ? ഇതേ ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വലുപ്പം മനസ്സിലാവും. നേരെ പിടിച്ചിരുന്നേ കണ്ടല്ലോ. ഇത്രയും വലുപ്പമുണ്ട്. 2 എണ്ണം മേടിച്ചു അങ്ങനത്തെ. അപ്പോൾ അതിന് 191 2 എണ്ണത്തിന്. ഒരെണ്ണത്തിന് 100 രൂപയുടെ ഇല്ലേ? 100 രൂപ. പിന്നെ ഫ്രീ ഡെലിവറിയാണ്. ഷിപ്പിംഗ് ചാർജൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ലാഭം ഇല്ലേ? പിന്നെ ഇതിനകത്ത് ഹോളിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെ കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ വേറൊരു ചെടിച്ചട്ടി ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ചെടി വെക്കാം. ഞാൻ എന്തായാലും വേറെ ചെടിച്ചട്ടി ഒന്നും ഇറക്കി വെക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് ഹോളിട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ 2 എണ്ണം വാങ്ങി. ഓക്കെ, 2 എണ്ണം. നല്ല ഡിസൈന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഇത്രയാണ്. അടുത്തടുത്ത് വെച്ച് ഇനി എല്ലാം അടുത്തടുത്ത് വെച്ച് കുഞ്ഞത് പിടിച്ചുകൊണ്ടിരുന്ന് അടുത്തടുത്ത് വെക്കണം. സ്പൂണൊക്കെ അടുത്തടുത്ത് വെച്ചോ. നമുക്കിത് കാണിക്കാം. ഇത് പിടിച്ചടാ, നേരെ വെക്കതൊക്കെ. ഓക്കെ, മമ്മി ഇനി അങ്ങനെ കാണിക്കാം. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ മീഷോയിൽ നിന്ന് മേടിച്ചത് അല്ലേ? ഇത്രയും സാധനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം വിലക്കുറവിൻ്റെ സാധനങ്ങളാണ്. ഇത് മാത്രം 4 എണ്ണം ഉള്ളത് കൊണ്ട് 300 സംതിങ് ആയി. ബാക്കിയെല്ലാം 200-നകത്താണ് വില. ബാക്കിയെല്ലാം 200-നകത്താണ് വില കേട്ടോ. അപ്പം നമുക്ക് പോയി മേടിക്കാൻ പറ്റാത്തവർക്കും കുട്ടികളുള്ളവർക്കും ഒക്കെ ഇങ്ങനെ മേടിക്കാം. ഈ ചെടിച്ചട്ടിയൊക്കെ നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുവേ. കണ്ട അല്ലേ കേട്ടാ? കുഞ്ഞെന്തൊന്നും മിണ്ടായിരിക്കുന്നത്? കുഞ്ഞ് പറ. കണ്ട ചിരിക്കുന്നു. കുഞ്ഞിന് ഏതാ ഇഷ്ടപ്പെട്ടെ? ഏറ്റവും നല്ല ചെടിച്ചട്ടി ഏതാ ഇഷ്ടപ്പെട്ടെ? ക്യൂട്ടായിട്ട് തോന്നുന്ന ചെടിച്ചട്ടി ഏതാ? ഇതാണോ ക്യൂട്ടായിട്ട് തോന്നുന്നത്? ഓക്കെ, അപ്പോൾ രണ്ടും നല്ല ചെടിച്ചട്ടി അല്ലേ? ഇത് മേടിക്കേണ്ട ഒരു വൈറ്റ് മേടിക്കുക. ഞാൻ വൈറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. എന്തായാലും നോക്കണം. ഇത് കരിമ്പനടിച്ചതിൻ്റെ കൂട്ടുള്ള ഡിസൈനാണ്. കരിമ്പനടിച്ചു എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അൺബോക്സിങ്. കുറച്ച് മീഷോയിൽ നിന്ന്. ഇത് പക്ഷേ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് മീഷോയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ബാക്കിയെല്ലാം മീഷോയിൽ നിന്നാണ്. ഇത് മാത്രം ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പം ഇത്രയൊക്കെയുള്ളൂ സാധനങ്ങൾ അല്ലേ? ഇനിയും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അല്ലേ? അപ്പം പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.